വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ യൂട്യൂബ് ഫ്രണ്ട്സിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഒരുപാട് യൂട്യൂബ് സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചു എങ്ങനെയാണ് ഒരു യൂട്യൂബ് സെർച്ച് ക്വയറി ക്രിയേറ്റ് ചെയ്യുന്നതെന്ന്. പലർക്കും അറിയില്ലായിരിക്കും എന്താണ് യൂട്യൂബ് സെർച്ച് ക്വയറി എന്ന്. യൂട്യൂബ് സെർച്ച് ക്വയറി എന്ന് വെച്ചാൽ ഒരു ലിങ്ക് തന്നെയാണ്. ഈ ലിങ്ക് ഉപയോഗിച്ച് നമ്മുടെ വീഡിയോ ആര് വാച്ച് ചെയ്താലും യൂട്യൂബിൽ നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി സെർച്ച് ചെയ്തു വാച്ച് ചെയ്തു എന്ന് മാത്രമേ യൂട്യൂബിന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതൊരു സൂപ്പർ ഐഡിയ അല്ലേ? അപ്പോൾ പലരും കാണിക്കുന്ന മിസ്റ്റേക്കാണ് നമ്മൾ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒന്നെങ്കിൽ ഫേസ്ബുക്കിൽ കൂടെ അല്ലെങ്കിൽ വാട്സപ്പിൽ കൂടെ നമ്മുടെ ഫ്രണ്ട്സിന് അങ്ങ് ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഫ്രണ്ട്സ് എന്ത് ചെയ്യും? ഈ ലിങ്ക് ഉപയോഗിച്ച് നമ്മുടെ വീഡിയോസ് കാണും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ലിങ്ക് ഉപയോഗിച്ച് നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയ്ക്ക് നല്ലതാണോ? ഒരിക്കലും അല്ല. നമ്മുടെ വീഡിയോയ്ക്ക് ഒട്ടും തന്നെ നല്ലതല്ല. അപ്പം ഇങ്ങനെ ലിങ്ക് ഉപയോഗിച്ച് നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മുടെ യൂട്യൂബ് സോഴ്സസിൽ എന്താണ് കാണിക്കുന്നത്? ഒതേഴ്സ് എന്നുള്ള നമ്മുടെ ഗ്രാഫ് വളർന്ന് വലുതായിക്കൊണ്ടിരിക്കും. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ഗ്രാഫല്ല വളർത്തിയെടുക്കേണ്ടത്. നമ്മുടെ യൂട്യൂബ് സെർച്ച് അല്ലെങ്കിൽ ബ്രൗസിങ് സെർച്ച് ഫീച്ചേഴ്സ് ഒക്കെയാണ് നമുക്ക് നമ്മുടെ യൂട്യൂബിൽ വളർത്തിക്കൊണ്ട് വരേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ ലിങ്ക് ഉപയോഗിച്ച് നമ്മുടെ വീഡിയോ കാണുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകുകയില്ല. നമ്മുടെ വീഡിയോസ് യൂട്യൂബിന് മനസ്സിലാക്കുക. നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി സെർച്ച് ചെയ്ത് ഫ്രണ്ട്സ് കണ്ടു എന്നാണ് യൂട്യൂബിന് മനസ്സിലാക്കാൻ കഴിയുക. ഇതൊരു നല്ല ഐഡിയ അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു യൂട്യൂബ് സെർച്ച് ക്വയറി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. നമ്മുടെ യൂട്യൂബ് സെർച്ച് ക്വയറി എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഫീച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. യൂട്യൂബ് സെർച്ച് ക്വയറി ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ എൻ്റെ യൂട്യൂബ് ഒന്ന് ഓപ്പൺ ആക്കുവാണ്. യൂട്യൂബ് ഓപ്പൺ ആക്കിയിട്ട് ഞാൻ എൻ്റെ ചാനലിൽ പോയി എൻ്റെ ഒരു വീഡിയോ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഞാൻ എൻ്റെ ഒരു ഡൈ മോയ്സ്ചറൈസിങ് ക്രീം എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് സെലക്ട് ചെയ്തത്. അത് ഞാൻ വാട്സപ്പിലേക്ക് കൂടെയാണ് ഞാനിപ്പോൾ സെർച്ച് ക്വയറി ക്രിയേറ്റ് ചെയ്യുന്നത്. വാട്സപ്പിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് നമ്മൾ https://www.com www.youtube.com റിസൾട്ട് ? സെർച്ച് ക്വയറി. നമ്മൾ ഇതൊക്കെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് സ്പേസ് ഇടാൻ പാടില്ല. മാത്രമല്ല നമ്മൾ എപ്പോഴും സ്മോൾ ലെറ്റർ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. സെർച്ച് ക്വയറി ഈക്വൽ ടു ഇത്രയും വരെ നമ്മുടെ എല്ലാവരുടെയും വീഡിയോയ്ക്ക് ഒരേപോലെയാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഇതിന് ശേഷം ഞാൻ എൻ്റെ ചാനൽ നെയിം അടിച്ചു കൊടുത്തു. അപ്പോൾ ചാനൽ നെയിം അടിക്കുന്ന സമയത്ത് സ്മാൾ ലെറ്ററിലാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അതിനുശേഷം സ്പേസ് ഉണ്ട്, അതിടാതെ നമ്മൾ പ്ലസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ വീണ്ടും ഞാൻ എൻ്റെ ചാനൽ നെയിം NanduZzz ലൈഫ് സ്റ്റൈൽ എന്നാണ്. ലൈഫ് കഴിഞ്ഞിട്ട് സ്പേസ് ഉള്ളതുകൊണ്ട് വീണ്ടും ഞാൻ പ്ലസ് ഇട്ട് കൊടുത്തു. ലൈഫ് സ്റ്റൈൽ. വീണ്ടും ഞാൻ പ്ലസ് ഇട്ടിട്ട് എൻ്റെ ടൈറ്റിൽ ഡൈ സ്മോൾ ലെറ്ററാണ് DIY ഡൈ പ്ലസ് മോയ്സ്ചറൈസിങ് പ്ലസ് ക്രീം പ്ലസ് ഫേസ് പ്ലസ് ക്രീം. നമ്മൾ ഒരിക്കലും ടൈപ്പ് ചെയ്യുന്ന സമയത്ത് സ്പേസ് ഇടാൻ പാടില്ല, പ്ലസ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാനിപ്പം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇങ്ങനെ കണ്ടോ? ഇങ്ങനെ ചെയ്ത് നോക്കുമ്പം ഈ മോയ്സ്ചറൈസിങ് ക്രീം ഇല്ലേ ഒരുപാട് സെർച്ച് റിസൾട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ട്രിക്ക് ഒന്ന് ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.